ഡോക്ടേഴ്സിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ട് എയറിൽ പോയതാണ്. അറൗണ്ട് 2 lakhs വ്യൂസ് അതിന് വന്നിരുന്നു. ഇപ്പോൾ അടുത്ത് ഡോക്ടേഴ്സിന്റെ ഒരു സാലറി ഞാനൊരു സർവേ എടുത്തുകൊണ്ട് അതിന്റെ റിപ്പോർട്ടും ഞാൻ എടുത്തിരുന്നു. അതിനും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങി വെച്ചിട്ടുള്ളത് അഫ്രീന അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. എന്താണ് പുള്ളിക്കാരി പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നമ്മൾ ഒരു 5-6 വർഷം ഈ കോഴ്സ് പഠിച്ച് ആൾക്കാർ ഈ ഹൈപ്പൊക്കെ തന്ന അതാണ് ഇതാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് നക്കാപ്പിച്ച ശമ്പളമാണ്. അതും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നക്കാപ്പിച്ച തരുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവിടെ എല്ല് നുറുങ്ങണ വരെ പണിയെടുക്കണം. ചില ദിവസങ്ങളിൽ 36-48 ഷിഫ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരു ലീവും ഇല്ല, ഞായറാഴ്ചയും ഉണ്ട്, എല്ലാ പബ്ലിക് ഹോളിഡേയ്സും വർക്ക് ഉണ്ട്, ലീവ് പോട്ടെ ഉറക്കം പോലും ഇല്ലാതെ നമ്മൾ ഇവിടെ ജോലി എടുത്തിട്ട് നമുക്ക് തരുന്ന ശമ്പളമാണ് 40,000. ഒരു മോമോ കട ഇട്ടാൽ കിട്ടും അതിന്റെ 3 ഇരട്ടി. അപ്പോൾ 40,000 രൂപയാണ് ഒരു മാസം ഡോക്ടറായിട്ട് വർക്ക് ചെയ്താൽ ശമ്പളമായിട്ട് കിട്ടുക. ഒരു മോമോ കട ഇട്ടാൽ അതിൻ്റെ 3 ഇരട്ടി കിട്ടും എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞത്. പിന്നെ ഞാൻ ഡോക്ടർ ഇർഫാന ഇബ്രാഹിമിൻ്റെ ഒരു റീല് ഞാൻ ശ്രദ്ധിച്ചു. അവർ ഡെന്റിസ്റ്റ് ആയിട്ട് ഒരു BDS പഠിച്ചിറങ്ങിയവരാണ്. അവർ പറയുന്നത് നമ്മളൊന്ന് കേൾക്കുക. വളരെ വാലിഡ് ആയിട്ടുള്ള ചില പോയിന്റ്സ് പറയുന്നുണ്ട്. ഡോക്ടറായിട്ട് പഠിച്ചിട്ട് എന്താ വർക്ക് ചെയ്യാത്തത്? ഞാൻ സ്ഥിരമായിട്ട് കുറെ കാലമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പഠിച്ചത് BDS ആണ്. ഞാൻ 5.5 വർഷം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പൊ എന്റെ സാലറീസ് ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് 8,000 rupees-നാണ്. അതിന് മുന്നേ വർക്ക് ചെയ്തത് അതിനെക്കാട്ടും കുറവായിരിക്കുമല്ലോ. എന്റെ ഫ്രണ്ട് ഈസ് ലൈക്ക് വർക്കിംഗ്. ആളിപ്പോ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും 2 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തത്. 2 വർഷത്തെ എക്സ്പീരിയൻസിൽ ആളിപ്പോ ഏൺ ചെയ്യുന്നത് 15,000 ആണ്. ഈ സാലറിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തുകൊണ്ട് ഈ സാലറി കിട്ടുന്നുള്ളൂ? യെസ്. അപ്പോൾ ഒരു BDS ഡോക്ടർ വീണ്ടും 5.5 വർഷം പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയ ഒരു സാലറി 8,000 ആണ്. 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് 15,000 ആണ് സാലറി കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇനി ഈ വീഡിയോക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഡോക്ടർ അഫ്രീന വീണ്ടും ഒരു വീഡിയോ ഇട്ടു. അതിനും ചില രസകരമായിട്ടുള്ള പോയിന്റ്സ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അനാലിസിലോട്ട് നമുക്ക് കിടക്കാം. അതൊന്ന് കേട്ട് നോക്കാം. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, 40K ന്യായമായ ഒരു ശമ്പളമല്ലേ, അത് നല്ലൊരു തുകയല്ല, അതിലെന്താ പ്രശ്നം എന്ന്. +1 +2 എൻട്രൻസ് കോച്ചിങ്, 2 വർഷം റിപ്പീറ്റ്, 6 വർഷത്തെ MBBS, ഓൾമോസ്റ്റ് 10 years ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഈ MBBS ഗ്രാജുവേറ്റ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസയാണ് അവർ തരുന്നതെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. അത് 40K അല്ല, അതിനും കുറവാണെങ്കിലും ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് മിക്ക ഹോസ്പിറ്റൽസിലും നമ്മളെ എംപ്ലോയ് ചെയ്യുന്നത് ഒരാളുടെ ജോലിക്കാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ടത് 2-3 പേരുടെ ജോലിയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഡോക്ടറെ സമയത്തിന് കാണാൻ കിട്ടുന്നില്ല, നഴ്സ് ഒരുപാട് സമയം എടുക്കുന്നു മരുന്ന് എടുത്തു തരാൻ. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഓവർ വർക്ക് ചെയ്ത് അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ സംബന്ധിച്ച് വളരെ ഗൗരവകരമായി നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം, ഇന്നത്തെ കാലത്ത് ഡോക്ടർ ആവുന്നത് വേർത്താണോ, അതല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു 40,000 ശമ്പളം എന്നുള്ളത് കുറവാണോ കൂടുതലാണോ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഒരു ഡോക്ടർക്ക്, ഒരു MBBS കഴിഞ്ഞ ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയുക, ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പെർ ഹവർ കൊടുക്കുന്ന സാലറി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 250 rupees to 300 rupees ആണ്. അതുകൊണ്ടാണ് അറൗണ്ട് ഒരു 20-25 days വർക്ക് ചെയ്താലും ഒരു 50,000 ഒക്കെയാണ് ഒരാൾക്ക്. 50,000 to 60,000 ആണ് എല്ലുമുറിയെ പണിയെടുത്താലും ഒരാൾക്ക് കിട്ടുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവർ ഇത്ര രോഷാകുലരായി സംസാരിക്കുന്നത്. അത് നേരെ BDS-ലോട്ട് വരുമ്പോൾ അത് 8,000 അല്ലെങ്കിൽ 10,000 15,000 ഒക്കെയാണ് പല ആളുകൾക്കും സാലറിയായി നൽകുന്നത്. ഇനി നമ്മളിതിൽ വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, ഏത് കരിയറിനെ കുറിച്ച്, ഞാനിവിടെ MBBS എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ അഫ്രീന പറയുന്ന ഒരു കാര്യം, റൈറ്റ്, എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട്, വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും വളരെ അണ്ടർ പെയ്ഡ് ആണ്. ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, നിങ്ങൾ ഏത് മേഖലയിലാവട്ടെ നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ അണ്ടർ പെയ്ഡ് ആണ്. അതിനുള്ള റീസൺ ആണ് നമ്മൾ ആക്ച്വലി ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ എന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് നിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ അല്ല. അത് എന്തുകൊണ്ടാണ് മേ ബി ഹോസ്പിറ്റൽസിന് ചൂഷണം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് നമ്മൾ എക്കണോമിക്സിലോട്ട് കടക്കേണ്ടതുണ്ട്. എക്കണോമിക്സിൽ ദർ ഇസ് എ തിയറം കോൾഡ് സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് തിയറം. ഓക്കെ, ഏത് കാര്യത്തിൻ്റെയും പ്രൈസ് നിശ്ചയിക്കുന്നത്, അത് എൻ്റെ മുമ്പിലുള്ള ഈ പെന്നാവട്ടെ, ഈ ഒരു മൊബൈൽ ഫോൺ ആവട്ടെ, ഈ ഒരു നോട്ട് പാഡ് ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി
ആവട്ടെ, ഞാൻ ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ഞാൻ ഓഫർ ചെയ്യുന്ന സർവീസ് ആവട്ടെ, ഏതൊരു വിഷയത്തിലും നമ്മുടെ പേ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ പ്രൈസ് നിശ്ചയിക്കുന്നത് സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് ആണ്. ഓക്കെ, ഈ ഒരു പെന്നിന് നിങ്ങൾ എത്ര രൂപ തരും? ഈ പെന്നിന് മേ ബി 5 രൂപക്കാണ് ഞാൻ ഈ പെന്ന് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഈ 5 രൂപയ്ക്ക് ഉള്ള പെന്നിന് ഞാൻ 50 രൂപ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തരുമോ? ഇല്ല. 500 രൂപ ചോദിച്ചാൽ നിങ്ങൾ തരുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അത്? ഈ പെന്ന് വളരെ സുലഭമായി മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഒരു നിമിഷം കൊണ്ട് ഈ ഒരു കോഴിക്കോട് ടൗണിലുള്ള എല്ലാ പെന്നും ഇല്ലാതാവുകയും എൻ്റെ അടുത്തുള്ള ഈ ഒരു പെന്ന് മാത്രം ഉണ്ടാവുകയും, അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾക്കൊരു പരീക്ഷയുടെ ഒരു പെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന പ്രൈസിന് ഈ പെന്ന് വാങ്ങാൻ നിങ്ങൾ തയ്യാറാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളിലൊന്ന്. കാരണം എന്താണ്? അവിടെ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഏതൊരു ഫീൽഡിലും ഈ ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് തെറ്റിയാൽ എന്ത് സംഭവിക്കുന്നു, അതേ കാര്യമാണ് നമ്മുടെ നാട്ടിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓൺ ദി അതർ സൈഡ് നമ്മുടെ ഡോക്ടേഴ്സിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ കാണാതെയല്ല ഞാനിത് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. 2 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന് ഈ ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ആണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞു ഒരു MBBS ഡോക്ടർക്ക് 40,000 രൂപയാണ് സാലറി, എന്നാൽ ഒരു BDS ഡോക്ടർക്ക് 8,000 10,000 ആണ് സാലറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്നുള്ളത് നമ്മളൊരു 10 വർഷം 15 വർഷം പിന്നിലോട്ട് നടന്നാൽ സ്വാശ്രയ കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ നമ്മുടെ നാട്ടിൽ വന്ന കാലത്ത് ഒരുപാട് കോളേജുകൾ എസ്പെഷ്യലി എഞ്ചിനീയറിംഗിലും ഡെന്റിസ്ട്രി സെക്ടറിലും ഒരുപാട് കോളേജുകൾ തുറന്നു. ഓക്കെ, ഈ ഒരുപാട് കോളേജുകൾ തുറന്നപ്പോൾ ഒരു വർഷം കൊണ്ട് മേ ബി ഒരു 300-400 BDSകാർ കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് പകരം 1000-ലധികം BDSകാർ കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. ഓക്കെ, ഇത്രയധികം ആളുകൾക്ക് ചികിത്സിക്കാനുള്ള രോഗികൾ ഇവിടെ ഉണ്ടോ? ഇത്രയധികം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ക്ലിനിക്കുകൾ ഇവിടെ ഉണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അൺലെസ് യു ആർ എക്സ്ട്രീംലി സ്കിൽഡ്, നിങ്ങളില്ല എങ്കിൽ നിങ്ങൾ റീപ്ലേസബിൾ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ അഫ്രീന് പറയുന്നുണ്ടല്ലോ, നിങ്ങളില്ലെങ്കിൽ എന്താണ് വേറെ ആൾ വരും, അല്ലേ? അത്രേ ഉള്ളൂ. കാരണം നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ റീപ്ലേസബിൾ ആണ്, സപ്ലൈ കൂടുതലാണ്. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ ആളുകൾക്ക് ജോലി ലഭിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ നല്ല ഇതേ പ്രശ്നം എഞ്ചിനീയറിംഗിലുണ്ട്. 4 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നല്ല അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി ലഭിക്കാത്ത എത്രയോ ആളുകളുണ്ട്. എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളത്? അതിനുള്ള റീസൺ എന്നുള്ളത് എന്താണ്? ഒരുപാട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതോടുകൂടി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് പ്രത്യേകിച്ച് വിലയില്ലാതായി, ഒരാൾ ഈസിലി റീപ്ലേസബിളായി. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇത് മനസ്സിലാക്കാനുള്ള, ഇത് പറയാനുള്ള റീസൺ എന്താ പറയുക, നമ്മൾ എല്ലാ കോഴ്സിനും സ്കോപ്പ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കോപ്പാണെന്നാണ് നമ്മുടെ വിചാരം. നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ജോലിയുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും വരും എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് ലോകത്തിനോട്ട് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രെൻഡുകൾക്ക് പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ, എല്ലാവരും വിദേശത്ത് പോകുന്നു അപ്പോൾ ഞാൻ വിദേശത്ത് പോകുന്നു, എല്ലാവരും MBBSന് പോകുന്നു ഞാൻ MBBSന് പോകുന്നു, എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകുന്നു ഞാൻ എഞ്ചിനീയറിംഗിന് പോകുന്നു, ഇങ്ങനെ ഏത് ഫീൽഡിലാണ് എന്നുണ്ടെങ്കിലും ഇതേ കാര്യം സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വിദേശ പഠനത്തിലും ഇതേ കാര്യം നടക്കുന്നു. ഒരു കാലത്ത് യൂറോപ്പിൽ ആളുകൾ കുറവായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളങ്ങോട്ട് കയറ്റി വിട്ടു. അവരൊക്കെ മേ ബി പെർമനന്റ് റെസിഡൻസി ഒക്കെ കിട്ടി അവിടെ സെറ്റായി, അവർ രക്ഷപ്പെട്ടു. ഇവരെ കണ്ടിട്ട് ഒരു നെക്സ്റ്റ് ജനറേഷൻ പോകാൻ തുടങ്ങി. ഈ നെക്സ്റ്റ് ജനറേഷൻ പോയാൽ സപ്ലൈ കൂടുതലായി, സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസിൻ്റെ എണ്ണം കുറഞ്ഞു. അല്ലെങ്കിൽ അവിടെ ഇനി ഒരു തൊഴിൽ നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓപ്ഷൻസ് കൂടി, സ്വാഭാവികമായിട്ടും ലെസ് സാലറി ആയിരിക്കും ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെൻഡുകൾക്ക് പുറകെ പോകുന്ന മലയാളികളുടെ ഒരു മനോഭാവം, എന്നിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ കോഴ്സുകൾ എന്താ പറയുക, ഇതിനു വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു നിരുത്തരവാദിത്തപരമായ സമീപനങ്ങളെല്ലാമാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലോട്ട് നമ്മെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറുടെ ലൈഫിലോട്ട് നമുക്കൊന്ന് കടന്നു നോക്കാം. എൻ്റെ വീട്ടിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വളരെ എന്താ പറയുക ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇതൊക്കെ കാണുന്ന ഒരാളാണ്. ഈ കേരളത്തിൽ നിന്ന് ഒരു MBBS എടുക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 5.5 വർഷം നമ്മൾ ചിലവഴിക്കണം. ഈ 5.5 വർഷം എന്നുള്ളതിൽ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ദിവസം ഞാനും വൈഫ് കൂടി ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ XNYയിൽ നമ്മുടെ ഒരു പാരൻ്റ് ആണ്. അതോടൊപ്പം ഞാൻ എന്നെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇവിടെ മക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ XNYയിൽ പുള്ളിയുടെ മക്കൾ പഠിക്കുന്നുണ്ട്, മക്കൾ ഏതെങ്കിലും രീതിയിൽ ഡോക്ടർ ആവണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത്. ഇത് ഒരുപാട് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ഡോക്ടർ ആവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിന് പുള്ളി പറഞ്ഞ റീസണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസണാണ്. നേരത്തെ ഡോക്ടർ അഫ്രീന് പറഞ്ഞല്ലോ, എന്ത് ഒരു മോമോ കടയിട്ടാൽ ഇതിൻ്റെ 3 ഇരട്ടി നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഒരു മോമോ കട ഇടാൻ മാത്രം എക്സ്പോഷർ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ള എത്ര ഡോക്ടേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയം.
ഇത് ഞാൻ പറയാനുള്ള റീസൺ വെച്ചാൽ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 5.5 വർഷം അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഈ ഒരു പ്രൊഫഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിങ്ങിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഫ്രീ അവേഴ്സ് ഉണ്ടാവും, നിങ്ങളൊരു ആഫ്റ്റർനൂൺ ചിലപ്പോൾ നിങ്ങൾക്ക് ലാബോ കാര്യങ്ങളുണ്ടാവും, വെക്കേഷൻസ് ഉണ്ടാവും, നിങ്ങൾ വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ളത് അയാൾ പഠിക്കാൻ പോകുന്ന ഒരു കോളേജിലല്ല, ഒരു ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റലിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഹീസ് ഇമ്മേഴ്സ് അല്ലെങ്കിൽ ഷീസ് ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദാറ്റ്. അവിടെ രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദാറ്റ്സ് എ സിസ്റ്റം. അതാണ് സിസ്റ്റം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്ന് പ്രോബ്ലി ഓൺടർപ്രണേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ, ബിസിനസ് ഓണേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ, വേറെ മേഖലകളിലോട്ട് പോകുന്ന ആൾക്കാർ കുറവാണ്. നേരെ മറിച്ച് നിങ്ങളൊരു എഞ്ചിനീയറിംഗോ മറ്റ് ഡിഗ്രികളൊക്കെ എടുത്താൽ അതിൽ നിന്ന് ഒരു മേ ബി ഒരു 10%, 20% ആ കോർ ഏരിയയിൽ നിൽക്കുകയുള്ളൂ. ബാക്കി ഒരു 80% ആളുകൾ ആ കോർ ഏരിയയുടെ ഔട്ട്സൈഡ് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി തേടി പിടിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ MBBS എടുത്ത ആളുകൾ 90% ആ ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഒരു 10% ഈ പറഞ്ഞ ഡോക്ടർ ഇർഫാനെയോ ഡോക്ടർ അഫ്രീനോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മേ ബി ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ വളരെ മിനിമലായിട്ടുള്ള ആളുകളാണ്. അവരതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് അവരുടെ പ്രശ്നമല്ല, അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല, അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ക്രാഫ്റ്റ് ചെയ്യപ്പെട്ട എൻവയോൺമെന്റ് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു 5.5 വർഷത്തെ MBBS കഴിഞ്ഞിട്ട് പിന്നെ ഒരു PGക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം വീണ്ടും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. നീറ്റ് PG എന്നുള്ളത് നീറ്റ് UGയേക്കാളും കോമ്പറ്റീറ്റീവ് ആണ്. എന്നിട്ട് നീറ്റ് PGക്ക് കയറി കഴിഞ്ഞാൽ 3 വർഷം അവർ ആ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യണം. ഈ ഒരു സമയത്താണ് ഇവരുടെ മേലെ നമ്മുടെ ഗവൺമെന്റ് നന്നായിട്ട് ചൂഷണം ചെയ്യുന്നത്. ഇന്നവേ അവരുടെ ലേണിംഗ് നടക്കുന്നതും ആ ഒരു ഫേസിലാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ആ ഒരു ഫേസിൽ മേ ബി അവർക്ക് കിട്ടുന്ന സാലറി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 50K to 60Kയുടെ ഇടയിലാണ്. എന്നാൽ ഒരു ആഴ്ചയിൽ ഇപ്പം ഞാൻ ആസ് എൻ എഞ്ചിനീയർ ഞാൻ വർക്ക് ചെയ്യാൻ മേ ബി ഒരു ദിവസം മാക്സിമം 8 hours to 10 hours ആണെന്ന് കൂട്ടുക. ഒരു 5-day വീക്കിൽ ഒരു 50 hours ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു MBBS കഴിഞ്ഞ ജൂനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ എന്നുള്ളത് മിനിമം 70 to 90 hours വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതന്നെ ഒരു 36 hours കണ്ടിന്യൂസ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് 24 hours വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ഡേ ലീവ് കൊടുക്കുക എന്നുള്ളൊരു പ്രാക്ടീസ് പോലും കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിലവിലില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു ദുരവസ്ഥ നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം, ഓക്കെ, പണി എടുപ്പിക്കുന്ന ഒരു സിസ്റ്റം, അടിമ പണി എടുപ്പിക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, എന്നിട്ട് വളരെ തുച്ഛമായിട്ടുള്ള സാലറി ചെയ്യും. നിങ്ങൾ PG ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രോബ്ലി ഡൽഹിയിലോ അല്ലെങ്കിൽ എയിംസിലോ ജിപ്മറിലൊക്കെ പോയി ചെയ്യാമെന്ന് ഞാൻ പറയാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 1 lakh plus rupees നിങ്ങൾക്ക് സാലറി എങ്കിലും കിട്ടും. എന്നാൽ അതിൻ്റെ പകുതി മാത്രമാണ് കേരളത്തിലൊക്കെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും SRship സീനിയർ റെസിഡൻസി ചെയ്യണം. പിന്നെ അതിനുശേഷമാണ് അവർ ആക്ച്വൽ ജോബിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വൽ ജോബിലെത്തിയ ഡോക്ടേഴ്സിൻ്റെ സാലറി ഉണ്ട്. ഒരു PG ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഈ 40,000 എന്നല്ലൊരു 1 lakh അബോ അല്ലെങ്കിൽ 2 lakhന്റെ മേലൊക്കെ സാലറി വാങ്ങുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനൊരു സമയം നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഒരു 10 years എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ എത്തുക. പക്ഷേ ഇവിടെ അതിന് വേറൊരു അതർ സൈഡ് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഒരു MBBS എന്നുള്ള ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 40,000 ഒരു ജോബ് കിട്ടും എന്നുള്ളത്, ഇനി കേരളത്തിന് പുറത്തോ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. വേറെ ഏത് ഡിഗ്രി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുക? അതും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊന്നാണ് തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, ചില കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം നമ്മൾ MBBS ചൂസ് ചെയ്യാൻ. ഓക്കെ, MBBS എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന വലിയ സേവനങ്ങളിലൊന്നാണ്. അതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള, അതിനോട് കമ്മിറ്റഡ് ആയിട്ടുള്ള, അതിനെക്കുറിച്ച് ആളുകളുടെ വെൽബീയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന, ഏത് സമയത്തും ഏതൊരു ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നാത്ത ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്. കാരണം എന്നും രോഗാവസ്ഥകളാണ് കാണുന്നത്. അപ്പോൾ അതിന് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ MBBS കോഴ്സ് കഴിഞ്ഞ് നിങ്ങളൊരു 9 to 10 years എങ്കിലും മിനിമം നിങ്ങൾ കമ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഒരു ഡോക്ടറുടെ ലൈഫ് സ്റ്റൈൽ. അതായത് ഒരു ഡോക്ടർ ആവണമെന്ന് പല ആളുകളും പറയാനുള്ള റീസൺ എന്നുള്ളത്, നമ്മളൊരു കഴിഞ്ഞൊരു തലമുറയിലെ ഡോക്ടേഴ്സിന് അവർ BMW ബെൻസിലൊക്കെ വന്ന് ഇറങ്ങുന്നു, അവർ വലിയ വീടുകൾ വെക്കുന്നു, അവർക്ക് നാട്ടിൽ വലിയ സ്ഥാനമുണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്. പാരൻസ് ഇത് കണ്ടിട്ടാണ് പുഷ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് ആരും ഡോക്ടർ ആവാൻ പോകരുത്. ഒരു ഡോക്ടറുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ സമയം ഒക്യുപ്പൈഡ് ആയിരിക്കും. ഓക്കെ, അവരുടെ വർക്ക് അങ്ങനെയാണ്. ഭൂരിഭാഗം സെഗ്മെന്റ്സിൽ ഇപ്പോൾ ഒരു സർജനാണ്, ഏത് സമയത്താണ് സർജറി ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ആദ്യം രാത്രി പ്രസവിക്കാൻ വന്നാൽ നിങ്ങൾ നാളെ രാവിലെ വന്ന് പ്രസവിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, രാത്രി വന്ന് പ്രസവം രാത്രി തന്നെ എടുക്കണം. അത് അവരുടെ ജോബിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിനോട് ഓക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും.
ഓക്കെ, അത്തരം ഒരു ലൈഫ് സ്റ്റൈലിനോട് ഓക്കെ ആയിട്ടുള്ള ആളുകൾ. മൂന്നാമത്തേത് ഈ ഒരു ഡിമാൻഡ് വേഴ്സസ് സപ്ലൈനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് നിങ്ങൾ വലിയൊരു തുക കൊടുത്ത് ഡോക്ടർ ആവുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്കൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നൊരു കാര്യമല്ല. ഓക്കെ, ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ വലിയ തുക കൊടുത്ത് ഡോക്ടർ ആവണമെന്നില്ല, നിങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തുക കൊടുത്ത് ഡോക്ടർ ആവാം. പക്ഷേ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളൊരു MBBSന് പോകേണ്ടത് എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, ഇമോഷണലായിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ പറ്റുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വീണ്ടും കേരളത്തിൽ വലിയൊരു പ്രശ്നം സംഭവിക്കാതിരിക്കുക. ഞാൻ നേരത്തെ സപ്ലൈ വേഴ്സസ് ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഒരുപാട് കുട്ടികൾ ഉക്രൈനിലും റഷ്യയിലും അതേപോലെ ജോർജിയയിലും ഉസ്ബെക്കിസ്ഥാനിലൊക്കെ MBBSന് പഠിച്ച കുട്ടികൾ തിരിച്ചു വരാനിരിക്കുന്നു. ഇത്രയധികം ഡോക്ടേഴ്സിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു സൈഡിൽ സപ്ലൈ കൂടുമ്പോൾ ഈ 40,000 കിട്ടുന്നത് ഇനിയും കുറയാനാണ് സാധ്യത. ഓക്കെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്തെങ്കിലും രീതിയിൽ ഡോക്ടർ ആവുക, അങ്ങോട്ട് ഇമോഷണലാക്കി ആളുകളെ തള്ളിവിടുക, ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കൺസൾട്ടൻസീസൊക്കെ അവർ ഫസ്റ്റ് തന്നെ കുട്ടിയെ അങ്ങോട്ട് എന്താ പറയുക, അവരെ ഇതിലാണ് ജോയിൻ ചെയ്യുമ്പോഴേക്ക് അവർ വൈറ്റ് കോട്ട് അങ്ങോട്ട് ഇടും, പിന്നെ ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ പാരൻസിൻ്റെ കണ്ണ് നിറഞ്ഞ് എൻ്റെ മോനെ ഡോക്ടറായി എന്ന് പറഞ്ഞിട്ട് മോനെ ഡോക്ടറായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും അല്ലേ. കുട്ടി ഫസ്റ്റ് ഇയർ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോഴാണ് ഈ ജാതി സർക്കസ് ഒക്കെ കാണിച്ച ആളുകളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ പുറത്ത് MBBS പോകുന്നത് എന്തിനാ? ഒരു നാട്ടിൽ മേ ബി 50-60 ലക്ഷം ആവും, അതിന് പകരം മേ ബി ഒരു 40 ലക്ഷത്തിന് തീരുമെന്ന് വിചാരിച്ചിട്ടാണ്. 6 വർഷം അവിടെ പഠിക്കണം, വീണ്ടും 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് FMG എക്സാം പാസ്സാവണം. ആ FMG എക്സാമിൻ്റെ പാസ് റേറ്റ് 15%. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം. മിനിമം ഒരു 8 to 9 years നിങ്ങൾ MBBS കഴിയാടുക്കും. അതായത് ഇവിടെ PG ചെയ്യേണ്ട സമയം കൊണ്ടാണ് അവിടെ MBBS മാത്രം കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ഒരാൾ എലിജിബിൾ ആവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷെ നമുക്കൊരു 9 years കൊണ്ട് കഴിയുന്ന അസ്യൂം ചെയ്യാം. ഈ 9 years കൊണ്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന സാലറി എത്രയായിരിക്കും? ഈ പറഞ്ഞ 40,000. ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ PGക്ക് വേറെ ബുദ്ധിമുട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയധികം ഡോക്ടേഴ്സിനെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? നമുക്കൊരു കാര്യമില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആ കുട്ടികളുടെ ഭാവി തുലച്ച് കളയാണ് ചെയ്യണത്. ഒരു വലിയൊരു വിഭാഗം കുട്ടികളുടെ ഭാവി തുലച്ചുകളാണ്. ഇതിൽ ഡോക്ടർ ആവാൻ എന്താ പറയുക, നിങ്ങൾക്ക് നീറ്റ് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഒരു മോശം ഡോക്ടർ ആവും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ വരുന്നൊരു 80% കുട്ടികളുടെയും ഭാവി നമ്മൾ തുലച്ച് കളയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിക്കാതെ നമുക്ക് ഏത് ജോലിയാവട്ടെ അവിടെ നമ്മുടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ എവിടേക്കാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുക. അതോടൊപ്പം എനിക്ക് ഡോക്ടേഴ്സ് ആയിട്ടുള്ള പറയാനുള്ളത്, ഇനി MBBS എടുക്കുന്ന ആളോട് പറയാനുള്ളത്, പല ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഡിപ്രഷൻ അടിക്കും. ഒരു 40,000 രൂപയ്ക്ക് കിട്ടുക, നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ കിട്ടും. പക്ഷേ യു ഷുഡ് ഇൻവെസ്റ്റ് യുവർ ടൈം. ഓക്കെ, നിങ്ങൾ നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട്. ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഡോക്ടർ അമീനായിട്ട്. ഷീ സ്റ്റഡിങ് ഇൻ ഹാർവർഡ്. അപ്പോൾ ഹാർവർഡിൽ പബ്ലിക് ഹെൽത്ത് പഠിക്കുകയാണ്, ഇവിടുന്ന് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പബ്ലിക് ഹെൽത്തിലോട്ട് പോകാം. റൈറ്റ്, ഇനി PGയിൽ തന്നെ ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ PGs ഇതൊക്കെ സമയമെടുക്കും. ആ സമയമെടുക്കുന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ആ സമയമെടുക്കും എന്നുള്ളത് ഇനി ഡോക്ടർക്ക് മാത്രം ബാധകമായ ഒരാളാണോ? ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അൺലെസ് യു സ്റ്റഡി ഇൻ IIT or NIT നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി എന്നുള്ളത് മേ ബി 20,000-30,000 ഒക്കെ ആയിരിക്കും. നിങ്ങൾ IIT NIT പഠിച്ചു എന്ന് വിചാരിക്കുക, എന്നാലും മേ ബി നിങ്ങൾക്ക് ഒരു 1 lakh സാലറി കിട്ടും. ആ 1 lakh 2 lakh 3 lakh 4 lakh എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2-3 വർഷം കഷ്ടപ്പെടണം. അതുതന്നെയാണ് PGയിലും വരെ ചെയ്യേണ്ടത്. ഓക്കെ, ഈ കഷ്ടപ്പെടാനുള്ള മെൻറ്റാലിറ്റി നമ്മുടെ ജെൻസിക്കോ ജെന്നാൽഫക്കോ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കഷ്ടപ്പെടാതെ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ 40,000 ആയിരിക്കും മേ ബി, പക്ഷേ ഒരു 3-4 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് PG എടുത്ത് നമ്മളൊരു നല്ല ഡോക്ടറായി കഴിഞ്ഞാൽ മേ ബി നമുക്ക് ബെറ്റർ സാലറി ഏൺ ചെയ്യാൻ പറ്റും, നമ്മുടെ സമയം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ റെയർ ആൻഡ് വാല്യുബിൾ സ്കിൽ സെറ്റ് ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ഡോക്ടർ ആവട്ടെ അല്ലാതെ ആവട്ടെ, ഈ റെയർ ആൻഡ് വാല്യുബിൾ സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് നല്ലൊരു സാലറി നിങ്ങൾക്ക് എവിടെയാലും ഏൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ റീപ്ലേസബിൾ ആയിരിക്കും. നിങ്ങൾ ഇറീപ്ലേസബിൾ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് എൽസ് ഓൺ യു. ഓക്കെ, അത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കാം, നിങ്ങളുടെ ഹാർഡ് ഏൺഡ് സ്കിൽസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം, അതിൽ നിങ്ങൾ അടിപൊളിയാവണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ മറ്റോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നേരെ മറിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കി, നമ്മൾ സ്വയം ഇഷ്ടപ്പെട്ട്, അതോടൊപ്പം ഇതിൻ്റെ ഒരു പാത്ത്, ഒരു ജേണി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ.
ഏത് ഫീൽഡിലായാലും പോയാൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, സമയമെടുക്കും. ആ സമയമെടുത്ത് എൻഡ്യൂർ ചെയ്യുന്ന ആളുകളാണ് ആ ഫീൽഡിൽ എക്സ്പേർട്സ് ആയി വരിക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒരു കരിയേഴ്സിനെ സംബന്ധിച്ചും എടുക്കാതിരിക്കുക. വീഡിയോ കണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.